ഒരു നല്ല സമയം ഹീറോയിനായിട്ട് പടം ചെയ്യുന്ന സമയത്ത് നല്ല മുഖമുള്ള ക്യാരക്ടർ ചെയ്യണമെന്ന് വാശി പിടിക്കുന്നവരെ, വാശി പിടിക്കാന്ന് പറഞ്ഞാൽ അതൊരു ട്രെൻഡായിരുന്നു, അങ്ങനെ ആയിരുന്നു പൊതുവേ ഉള്ള ഒരു രീതി. എനിക്കങ്ങനെ ഉണ്ടായിരുന്നില്ല. വലിയ റോളാണോ, ഞാൻ സെൻട്രൽ നായികയാണോ, ഞാൻ വില്ലിയാണോ, ഞാൻ ഇതിലെന്താണ്, എനിക്കാണോ പ്രാധാന്യം, ഇതൊന്നും ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. എൻ്റെ വീട് അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ളതല്ല. ഞങ്ങൾക്കിത് പ്രൊഫഷനാണ്. അപ്പോൾ കിട്ടുന്ന വേഷം നന്നാക്കുക എന്നുള്ള ഒരൊറ്റ നയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇമേജിനകത്ത് കുടുങ്ങി പോവില്ല. കോമഡി ചെയ്യുന്നത് നാണക്കേടാണെന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഞാൻ കോമഡി എൻ്റെ ക്യാരക്ടർ ഉൾപ്പെടുത്തി വന്നത്. അതിനെ ഒരു ഡയറക്ടേഴ്സും റെസ്ട്രിക്റ്റ് ചെയ്തില്ല. ഒരു നായകൻ്റെ നായിക ഒരിക്കലും കോമഡി പറയുന്ന ആളാവരുത് എന്നുള്ളത് നായകനും നിർബന്ധമല്ലേ. എൻ്റെ ഭാര്യ, എൻ്റെ കാമുകി ഒരിക്കലും ഒരു സദസ്സിനെ ചിരിപ്പിക്കുന്ന ഒരാളാവുന്നത് ഒരു പുരുഷനും ഇഷ്ടമല്ല. അതൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, ഋഷി കോമഡി പടം വരുമ്പം കോമ്പറ്റീഷൻ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അമ്പിയ ചേച്ചിയെ പോലെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാട്ടോ ഈ പറയുന്നത്. അപ്പൊ ഞാൻ അന്തം വിടും. ചേച്ചി പറയുന്ന ഇതാണ്, ഒരു ക്യാരക്ടർ കിട്ടുന്നില്ല, ഒരു നല്ലോണം ഹ്യൂമർ പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടർ കിട്ടിയെങ്കിൽ ചെയ്തേനെ എന്ന് പറയുന്നുണ്ട്. എന്താണോ അവരെ വിളിക്കാത്ത, എന്താ നമ്മളെങ്ങനെ ചോദിക്കുന്നത്?